ഇതാണ് ഫോർമുല. ആദ്യം ഒരു കുഞ്ഞിനെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഒരു കുഞ്ഞിനെ ഇപ്പൊ നീ ഉണ്ടാക്കണം. അത് ഞാൻ ഏതെങ്കിലും ഒരു അമ്മയുടെ കയ്യോ കാലോ പിടിച്ച് ഒരു കുഞ്ഞിനെ ഞാനും ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് 2 കുട്ടികൾ. അതെ. ഇനി വീണ്ടും ഓരോ കുട്ടികളെ വീതം നമ്മൾ ഉണ്ടാക്കണം. ഹൗസ് നമ്പർ 48 ചന്ദ്രമതി ചേച്ചിയെ പിടിച്ച് ഞാനും ഉണ്ടാക്കും ഒരു കുട്ടിയെ. ചന്ദ്രമതി ചേച്ചിയുടെ അനിയത്തെ പിടിച്ച് ഞാനും ഉണ്ടാക്കും ഒരു കുട്ടിയെ. ഇതന്നെ ഇവന്മാര് മുകളിൽ കുട്ടികളുണ്ടായി കളിക്കുന്നു. ഞാൻ സമ്മതിക്കൂല. അത് നാച്ചുറലി ഭർത്താക്കന്മാർ എതിർക്കും. ഭർത്താക്കന്മാരെ അനുവാദം മേടിച്ചിട്ടാണോ നമ്മൾ ഇതൊക്കെ ചെയ്യാൻ പോകുന്നത്? നമ്മൾ ഭാര്യമാരെ കയ്യിലെടുക്കും. നമ്മൾ രണ്ടുപേരും കൂടെ ഒത്തുപിടിച്ചാൽ നടക്കും. അത് ശരി. ഇതെന്താ കുടുംബാസൂത്രണക്കാരെ എല്ലാം മുടയോ? അതല്ലടാ, ഞങ്ങൾ ഈ കോളനിയിൽ ഒരു ഡേ കെയർ തുടങ്ങാൻ തീരുമാനിച്ചു. തൽക്കാലം പിടിച്ചു നിൽക്കാൻ ഒരു സൈഡ് ബിസിനസ്. ഇതാവുമ്പോ അധികം ഇൻവെസ്റ്റ്മെന്റ് വേണ്ട. പിന്നെ കടം മേടിച്ചിട്ടാണെങ്കിലും മക്കളെ പഠിപ്പിക്കാൻ മെനക്കെടുന്ന രക്ഷകർത്താക്കളാണല്ലോ ഇന്ന് നമുക്കുള്ളത്. മാത്രമല്ല വിദ്യാധനം സർവധനാൽ പ്രധാനമെന്നാണല്ലോ. ആരായാലും ധനം മുടക്കാൻ അങ്ങനെ ഒരു വിദ്യ ചേച്ചി ഉള്ളതുകൊണ്ട് നിങ്ങളുടെ കാര്യം സക്സസ്. ആദ്യം ഡേ കെയർ, പിന്നെ LKG, UKG, അങ്ങനെ വളർന്ന് എഞ്ചിനീയറിംഗ് കോളേജ്, മെഡിക്കൽ കോളേജ്, അങ്ങനെ നമ്മൾ പ്രസ്ഥാനമായി മാറി. ശിവരാമകൃഷ്ണ, LKGയുടെ ക്യൂവിൽ നിന്നാൽ PhDയും കൊണ്ട് ഇറങ്ങി വരാൻ പാടുള്ളൂ എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇപ്പോഴത്തെ രക്ഷിതാക്കൾ. അവരാണ് നമ്മുടെ മുതൽക്കൂട്ട്. വൈകിയാണെങ്കിലും നമുക്ക് ഇങ്ങനെ ഒരു ബുദ്ധി തോന്നിയത് നന്നായി മുകുന്ന. ശിവരാമകൃഷ്ണ, ഇതോടുകൂടി നമ്മൾ രക്ഷപ്പെടും. ആ മമ്മീസ് ഡേ കെയർ ഇതോടെ പൂട്ടി കുത്തോടെ എടുക്കണം. ലോകത്താദ്യമായി അച്ഛന്മാർ നടത്തുന്ന ഡേ കെയർ, ഡാഡീസ് ഡേ കെയർ. നമ്മുടെ കോളനിയിൽ ഏതായാലും ഒരു ഡേ കെയർ തുടങ്ങിയത് സൗകര്യമായി. എന്തായാലും മക്കളില്ലാത്ത ശിവരാമകൃഷ്ണൻ സങ്കടം വേണ്ട. ഒരു പൂ ചോദിച്ചതിന് കിട്ടിയത് കണ്ടില്ലേ, ഒരു പൂന്തോട്ടം. എന്താ ഇത്, മോശമല്ലേ? മോള് കൈയെടുത്തേ. നല്ല സ്വഭാവം. അത് അവിടെ തന്നെ ഇരുന്നോട്ട്, അതാ സേഫ്. എന്നാടാവേ, എന്നാ കള്ളിയങ്കാട്ടിലവിടെ വെയിറ്റ് ചെയ്യണമെന്നോ? ഞാൻ വന്നിട്ട് അവളെ തളയ്ക്കാം. വളയ്ക്കാവുന്നില്ലടാവേ, തളയ്ക്കാവുന്നു. ശരി, വാ മോനെ. വാ മോളെ, അച്ഛനെ നാറ്റിച്ചേ അടങ്ങുള്ളല്ലേ. അതെ, ഷൂട്ടിംഗ് ഉള്ളതാ. പെട്ടെന്നൊന്ന് പേരെഴുതി ചേർത്താൽ വളരെ ഉപകാരമായിരുന്നു. ഇതെന്താ ഈ വേഷത്തിൽ? അച്ഛനെ പോലെ മോനും സീരിയൽ അഭിനയുണ്ടോ? അയ്യോ അല്ല, സ്പൈഡർ മോനാ. ഇതിട്ടാ രാത്രി ഉറക്കം പോലും. പിന്നെ ഒന്ന് സൂക്ഷിക്കണം, ആള് ചെറിയൊരു മരം കയറി. അച്ഛന്റെ അല്ലേ മോൻ? ബൈപ്പാസ് കഴിഞ്ഞ് കിടന്ന എന്റെ അച്ഛനെ ഒറ്റ ചാട്ടത്തിനായി ശരിയാക്കിയത്. ഡാഡീസ് ഡേ കെയർ കൊള്ളാം, നല്ല പേര്. ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്താണെന്ന് ചോദിച്ചേ? എന്താണ് സാർ? നിങ്ങളുടെ ഈ ഡേ കെയറില് ഞങ്ങളുടെ ടിന്റു മോനെ ചേർക്കാൻ തീരുമാനിച്ചു. അതെ, ഞങ്ങളുടെ മോനായിട്ട് പറയല, ആള് ഭയങ്കര സ്മാർട്ടാ. ഇതിനു മുമ്പ് 3 ഡേ കെയർ സെന്ററിൽ ഞങ്ങൾ ടിന്റു മോനെ ചേർത്തതാ. പക്ഷെ ഇവന്റെ ബുദ്ധിയുടെ സ്മാർട്ട്നെസിന്റെ മുമ്പിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവർ TC തന്നു. അല്ല, ഞങ്ങൾ TC വാങ്ങി. കണ്ടാലറിയാം അച്ഛനെ പോലെ മിടുക്കനാണെന്ന്, അല്ലേ? കറക്റ്റ്. എന്തൊരു ഫുട്ബോൾ പ്രേമിയാണെന്ന് അറിയാമോ? ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. കുഴപ്പമല്ല, ആപ്റ്റിറ്റ്യൂഡ്, അഭിരുചി. അത് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതെ സാർ, ഈ പ്രായത്തിൽ ഇവനൊരു ഫുട്ബോൾ പ്രേമിയാണെങ്കിൽ ഭാവിയിൽ ഇവനൊരു സച്ചിൻ തെണ്ടുൽക്കർ ആവും. മണ്ടത്തരം പറയാടാവേ, സച്ചിൻ ഹോക്കിയല്ലേ കളിക്കുന്നത്? അതെ, ഫാദർ പറഞ്ഞതാ ശരി. ഫാദറിനെ ഞാൻ എവിടെയോ വെച്ച്. താനോ? തന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല എന്നെ മുന്നിൽ വരരുതെന്ന്. ജീവിക്കാൻ വേണ്ടി ഒരു വേഷം കെട്ടിലാണ് സാർ. ആ വക വേഷം കെട്ടൊന്നും എന്റെ അടുത്ത് വേണ്ട. മോന് ഫുട്ബോളിൽ ആരാവാനാ ഇഷ്ടം? ഗോളിയോ അതോ പ്ലെയറോ? കോർണർ കിക്കർ. കോർണർ കിക്കർ. കോർണർ കിക്കർ മിടുക്കൻ. ഇവിടെ ഒരു ഫുട്ബോൾ ഉണ്ടെന്ന് കരുതുക, എന്നിട്ട് മോൻ അവിടെ ചെന്ന് നിന്നിട്ട് ഒരു കോർണർ കിക്കർ അടിച്ചേ. ശരി, അമ്മ എന്ന് പിടിച്ചേ. ഇത് കോർണർ കിക്കല്ല, സെൻട്രൽ കിക്കായി പോയി. എന്റെ കിക്കെല്ലാം പോയി. എങ്ങനെയുണ്ട്? ഗംഭീരം, മിടുക്കൻ, അച്ഛന്റെ മോൻ തന്നെ. നല്ല കിക്ക്. മോൻ ഇത് ടിവിന്ന് പഠിച്ചാ? അല്ല, അമ്മ അച്ഛനെ കാൽമടക്കി അടിക്കുന്ന കണ്ടു പഠിച്ചതാ. ടിന്റു മോന് ഭയങ്കര ഹ്യൂമർ സെൻസ്. ഹ്യൂമർ സെൻസ്.
പറയുന്നത്? നോൺസെൻസാ പറയണ്ടേ. കൊച്ചാണെങ്കിൽ നല്ല ഉന്ന